യാഹേ നിന്റെ ആലയം എന്തൊരാനന്ദം, തവ പ്രകാരങ്ങളിൽ മനോഹരം. യാഹേ നിന്റെ ആലയം എന്തൊരാനന്ദം, തവ പ്രകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എൻ ഉള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാ. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ മേവൽ പക്ഷിക്കും ചെറുകുരുകളിനും. ഒരു സങ്കേതം നിന്റെ യാഗപീഠങ്ങൾ മേവൽ പക്ഷിക്കും ചെറുകുരുകിലിനും. രാവിലെ നിൻ നന്മകളെ ഓർത്ത് പാടി സ്തുതിച്ചിടുന്നു. രാവിലെ നിൻ നന്മകളെ ഓർത്ത് പാടി സ്തുതിച്ചിടുന്നു. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാ. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തരം എന്നും നിന്റെ ശക്തിയാൽ. ഞങ്ങൾ പാർത്തിയിടും നിത്യം നിന്റെ ആലയെ, ഞങ്ങൾ ശക്തരം എന്നും നിന്റെ ശക്തിയാൽ. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമായി. കണ്ണുനീരും കഴുമരമെല്ലാം മാറ്റും അനുഗ്രഹമാം. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയായി. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയായി. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല, നേരായി നടപ്പവർക്ക്. മനോഹരം യാഹേ നിന്റെ ആലയം എന്തൊരാനന്ദം, തവ പ്രകാരങ്ങളിൽ. മനോഹരം യാഹേ നിന്റെ ആലയം എന്തൊരാനന്ദം, തവ പ്രകാരങ്ങളിൽ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവമേ എന്നുള്ളം നിറയുന്നു, ഹല്ലേലൂയ പാടും ഞാൻ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ, തന്മക്കൾക്കെന്നും പരിചയാ. ദൈവം നല്ലവൻ, എല്ലാവർക്കും വല്ലഭൻ,
തന്മക്കൾക്കൊന്നും പരിചയ. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. നന്മയൊന്നും മുടക്കുകയില്ല നേരായി നടപ്പവർക്ക്. സ്വർഗീയയുടെ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം. കർത്താവേ, പ്രഭാതത്തിൽ ദൈവത്തെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കുന്നല്ല സാവകാശത്തിനായ സ്തോത്രം. കഴിഞ്ഞ രാത്രി കണ്ടവർ എത്രയോ പേർ കർത്താവ് ഈ പ്രഭാതം കാണാതെ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ എത്രയോ ഭവനങ്ങളിൽ ദുഃഖത്തിൻ്റെയും നിലവിളിയുടെയും ശബ്ദം ഈ പ്രഭാതത്തിൽ ഉയർന്നപ്പോൾ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തന്ന സന്തോഷത്തിനായ, സമാധാനത്തിനായ, സൗഖ്യത്തിനായ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇന്ന് പോൽക്കാലം ജീവിപ്പാൻ ആവശ്യമെല്ലാ സ്വർഗത്തിലെ കൃപകളും ഞങ്ങളുടെ മേൽ ദൈവം പകരണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ ഹിതപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെല്ലാവരെയും ദൈവം സഹായിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ വാസികളെയും അയൽഭവനങ്ങളെയും ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, തൃക്കരം കൂടെ ഇരിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയപ്പെട്ടവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ പരിപാലനമുണ്ടാകണമേ. പ്രവർത്തന മേഖലകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. തിരുകുറുബരെല്ലാവരെയും പൊതിയണമേ. വിശേഷാലിന്റെ ശുശ്രൂഷയ്ക്ക് കടന്നു പോകുന്ന ദൈവദാസന്മാർക്കായ സ്തോത്രം. അവരെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. യാത്രകളിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. ഞങ്ങളുടെ ദേശത്തെ വാസികളെയും അയൽഭവനങ്ങളൊക്കെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ദൈവം കാത്തു പരിപാലിച്ച് ആപത്തിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും എല്ലാവരെയും വിടുവിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും പ്രിയപ്പെട്ടവരെയും കർത്താവ്, ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയൊക്കെ ബലമുള്ള കരത്തിലേക്ക് പ്രഭാതത്തിൽ സമർപ്പിക്കുന്നു. ഇന്ന് പകലിൽ എല്ലാവർക്കും ജീവിപ്പാൻ ആവശ്യമായ സ്വർഗത്തിലെ കൃപദാനം കൊടുക്കണമേ. അവരായിരിക്കുന്ന മേഖലകളിൽ കർത്താവ് കടന്നു പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടേയിരിക്കണമേ. കർത്താവ്, കുഞ്ഞുങ്ങളെയൊക്കെ ദൈവങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാവരിലും ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ. കർത്താവ്, വിവിധ സ്ഥലങ്ങളിൽ പാർക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പലരുണ്ട് കർത്താവ്, അവരെല്ലാവരെയും ദൈവം കൺമണി പോലെ കാത്തു പരിപാലിക്കണമേ. തിരുകൃപയിൽ എല്ലാവരെയും പൊതിയണമേ. ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും കുഞ്ഞുങ്ങളുടെ മേൽ പകരണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഭവനത്തിലായിരിക്കുമ്പോൾ ദൈവമേ, ഈ ദിവസങ്ങളിൽ അവരുടെ മേൽ ദൈവത്തിൻ്റെ വലിയ കൃപ സാന്നിധ്യം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ കർത്താവ്, രോഗികളായി ഭാരപ്പെടുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അനേകരുണ്ട് കർത്താവെ. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ കർത്താവ്, ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും രോഗികളാക്കി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവെ. അവരോടൊക്കെ പ്രഭാതത്തിൽ മനസ്സലിവ് കാണിക്കണമേ. രോഗസൗഖ്യം അവരുടെ മേൽ ദൈവം പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവിൻ്റെ കരങ്ങളിൽ അവരെ സമർപ്പിക്കുന്നു. അവരേത് രോഗമായിരുന്നാലും കർത്താവെ, അവരോട് മനസ്സലിവ് കാണിച്ച് അവർക്ക് സൗഖ്യം കൊടുക്കണമെന്ന് കൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എത്ര പഴകിയ രോഗമായാലും കർത്താവ്, നീ തൊട്ടാൽ സൗഖ്യമുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ. നിൻ്റെ വചനത്താൽ അവരെ തൊടണമേ. അവർക്ക് സൗഖ്യം ദൈവം ദാനം കൊടുക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. തൃക്കരത്തിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങനെ മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, മറ്റ് വിവിധ പ്രശ്നങ്ങളോടെ കടന്നു പോകുന്നവർ, കടഭാരത്താൽ ഭാരപ്പെടുന്നവർ, നല്ല ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ, നല്ല വാഹനമില്ലാതെ ഭാരപ്പെടുന്നവർ, കർത്താവെ, ആഹാരമില്ലാതെ ഭാരപ്പെടുന്നവർ, നല്ല വസ്ത്രമില്ലാതെ ഭാരപ്പെടുന്നവർ, ജീവിത സാഹചര്യങ്ങളൊക്കെ ഇല്ലാതെ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവരോടൊക്കെ ഈ പ്രഭാതത്തിൽ ദൈവം മനസ്സലിവ് കാണിക്കണമേ. അവർക്ക് ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും വിടുതലുകളും കർത്താവെ, ആശ്വാസമൊക്കെ അവർ ദൈവമേ പകർന്നു കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്യാൻസർ എന്ന മഹാരോഗത്താൽ ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. അവരോടൊക്കെ ദൈവം മനസ്സലിവ് കാണിക്കണേ. അവർക്ക് ദൈവം സൗഖ്യം കൊടുക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഡയാലിസിസ് ചെയ്യുന്ന കർത്താവ് അനേക പ്രിയപ്പെട്ടവരുണ്ട് കർത്താവെ. അവരോടൊക്കെ ദൈവം മനസ്സലിവ് കാണിക്കണമേ. തൃക്കരം കൂടെ ഇരുന്ന കർത്താവെ, നിനക്ക് സൗഖ്യമാക്കാൻ ഒരു നിമിഷം മതി കർത്താവെ. ദൈവമേ, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ സൗഖ്യം ഞങ്ങൾക്ക് പ്രാപിക്കാൻ സാധിക്കും കർത്താവെ. അവരോടൊക്കെ ദൈവം മനസ്സലിവ് കാണിക്കണേ. സൗഖ്യം അവർക്ക് നൽകണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിന്റെ നാമമഹത്വത്തിനു വേണ്ടി കർത്താവെ പ്രയോജനപ്പെടുന്ന അനേക ദൈവദാസന്മാർ കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായി
അനേക ദൈവദാസന്മാർ കർത്താവെയുണ്ട്, അനേക സുവിശേഷ സംഘടനകളുണ്ട് കർത്താവെ. അതിനൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ. ആ ദൈവദാസന്മാരെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കണമേ. അവരുടെ പ്രവർത്തന മേഖലകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. അവരുടെ യാത്രകളിൽ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ. അപകടങ്ങളുടെ അനർത്ഥങ്ങളിൽ നിന്നൊക്കെ അവരെ വിടുവെച്ച് കൺമണി പോലെ കാത്തു പരിപാലിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. സ്വർഗം പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.